നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് 2026 അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 3, 4 ഭാവങ്ങളിലാണ്. ശനി 12ലും രാഹു 11ലും സഞ്ചരിക്കുകയാണ്. 2026 ഫലങ്ങൾ ഏതാണ്ട് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തേതിന് ഏറെക്കുറെ സമാനമായിരിക്കും എന്ന് തന്നെ പറയാം. കാരണം ശനി, വ്യാഴം, രാഹു എന്നീ ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റം 2025 തന്നെ സംഭവിച്ചതാണ്. ചെറിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നിരുന്നാലും പുതുവർഷം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അശ്വതി നക്ഷത്രക്കാർ പുതുവർഷത്തിൽ അറിയേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. നിലവിലെ തൊഴിൽ അഥവാ ഏത് തന്നെ പദവി വഹിക്കുന്നവരാണെങ്കിലും അതേപോലെ തന്നെ തുടരുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിച്ചേക്കാം. പുതിയ ജോലി തേടുന്നവർക്ക് അത് ലഭിച്ചാൽ തന്നെയും പ്രതീക്ഷിച്ച ഗുണഫലങ്ങൾ ആധിക്യം കിട്ടണമെന്നില്ല. ബിസിനസ്സുകാരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ മുടക്കിയ തുകയൊക്കെ മടക്കി കിട്ടുന്നതിന് അല്പം കാലതാമസം ബിസിനസ്സുകാരെ സംബന്ധിച്ച് നേരിടേണ്ടി വരുന്നതാണ്. വസ്തു, വീട് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് കൈവരുന്നതാണ്. കുടുംബപരമായിട്ടുള്ള സ്വൈര്യക്കേടുകൾക്കും സമാധാനം ഈ 2026 സാധിക്കുന്നതാണ്. അന്യനാട്ടിൽ ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രണയ സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. എന്നാൽ വിവാഹ സാഫല്യത്തിന് അല്പം ചില വിഘ്നങ്ങളും വന്നേക്കാവുന്നതാണ്. ഏഴരശനി കാലമാകയാൽ പല കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങുന്നതായി അനുഭവത്തിൽ വന്നേക്കാം. സാമ്പത്തികമായി പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് സംതൃപ്തി ഉണ്ടാകുന്നതാണ്. ചിട്ടി, ഇൻഷുറൻസ്, നറുക്കെടുപ്പ് ഇത്യാദികളിലൂടെ ധനാഗമം ഉയരുന്നതുമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏതൊക്കെ ദശാകാലങ്ങളിൽ ഉള്ളവർക്ക് കൂടുതൽ അനുകൂലപ്രദമാകുമെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ജനനം കേതുർദശയിലാണ്. ഏകദേശം 3 വയസ്സുവരെ എന്ന് കണക്കുകൂട്ടാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് 3 വയസ്സിന് ശേഷമുള്ള ശുക്രദശാകാലം അനുഭവിക്കുന്ന യുവാക്കൾക്ക് അനുകൂല സമയമാണ്. അത് ഏകദേശം 23 വയസ്സുവരെയാണ്. അതിനുശേഷം ഏകദേശം 29 വയസ്സുവരെ സൂര്യദശയാണ്. അതിനുശേഷം 39 വയസ്സുവരെ ചന്ദ്രദശയാണ്. ചന്ദ്രദശയും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണ്. അതിനുശേഷം ഏകദേശം 46 വയസ്സുവരെ ചൊവ്വാദശയാണ്. അതിനുശേഷം ഏകദേശം 64 വയസ്സുവരെ രാഹുർദശയാണ്. രാഹുർദശയും പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂല സമയം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാദ്യം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകളൊക്കെ നടക്കുന്നവർക്ക് വർഷാദ്യത്തിൽ വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ വർഷത്തിന്റെ പകുതി മംഗളകാര്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായി കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം വർഷത്തിന്റെ പകുതിക്ക് ശേഷമുള്ള സമയമാണ്. എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും 2026 നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ജ്യോതിഷം തുടങ്ങിയ എല്ലാ ഭാരതീയ ശാസ്ത്രങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.